പ്രവാസികൾക്ക് നോർക്ക വഴി സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുന്നത് പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി. ലോക കേരള സഭ ബഹിഷ്കരിച്ച മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി സ്പീക്കർ എൻ ഷംസീർ. 4ാമത് ലോക കേരള സഭയ്ക്ക് സമാപനം. 3 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെയായിരുന്നു 4ാമത് ലോക കേരള സഭ പ്രഖ്യാപിച്ചത്. എന്നാൽ കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയുടെ ആഘോഷ പരിപാടികളെല്ലാം സർക്കാർ റദ്ദാക്കി. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന 4ാമത് ലോക കേരള സഭ വിവിധ സെഷനുകളിലെ ചർച്ചകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രിയുടെ മറുപടിയോടെയാണ് സമാപിച്ചത്. നോർക്ക വഴി പ്രവാസികൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും, കുടുംബശ്രീ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളും മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി നടത്തി. കുടുംബശ്രീ മിഷൻ മാതൃകയിൽ പ്രവാസി മിഷൻ രൂപീകരിക്കുക, പ്രവാസികൾക്ക് സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, ഇതാണ് ഉയർന്നു വന്ന മറ്റ് 2 നിർദ്ദേശങ്ങൾ. 2019 പ്രവാസി ഡിവിഡൻഡ് പദ്ധതി ആരംഭിച്ചത്. അത് പ്രവാസികൾക്ക് മെച്ചമുള്ള നിക്ഷേപ പദ്ധതിയായി തുടരുകയാണ്. മരണപ്പെട്ട പ്രവാസികളുടെ ആശ്രിതർക്കും രോഗബാധിതർക്കും ധനസഹായത്തിനായി സാന്ത്വന പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ലോക കേരള സഭയെ വിവാദമാക്കാനും സഭ തിരസ്കരിക്കാനും ശ്രമിച്ച മാധ്യമങ്ങൾക്കെതിരെ വിമർശനമുന്നയിച്ചായിരുന്നു സ്പീക്കർ എൻ ഷംസീറിന്റെ സമാപന പ്രസംഗം. യഥാർത്ഥത്തിൽ ലോക കേരള സഭ സമ്മേളനത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ചിന്തിക്കേണ്ട കാലമാണ്. നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളോടാണ്. 5ാമത് ലോക കേരള സഭ എത്തുമ്പോഴേക്കും 193 രാജ്യങ്ങളിലും മലയാളി ഉണ്ടെങ്കിൽ ആ 193 രാജ്യങ്ങളിൽ മലയാളി അണിനിരത്താൻ നോർക്ക റൂട്ട്സിനും LKSനും സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ലോക കേരള സഭയുടെ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായുള്ള ആദ്യ മെഗാ ഷോ അമേരിക്കയിൽ നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കുവൈറ്റിലെ അപകടത്തിൽ മരിച്ച മലയാളികൾക്ക് വിവിധ പ്രവാസി വ്യവസായികൾ ലോക കേരള സഭയിൽ ധനസഹായവും പ്രഖ്യാപിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.